2024 നവംബർ 10-ന് ദില്ലിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന സ്ഫോടനത്തിന് പിന്നിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തന്നെയെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ അനലിറ്റിക്കൽ സപ്പോർട്ട് ആൻഡ് സാക്ഷൻസ് മോണിറ്ററിംഗ് ടീമിന്റെ റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. 15 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തതായി ഒരു അംഗരാജ്യം വിവരം നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഭീകരവാദത്തെ പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്നു എന്ന ഇന്ത്യയുടെ വാദം തെറ്റാണെന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിലെ പങ്കും പാകിസ്ഥാൻ നിഷേധിച്ചു. ഈ സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ലഷ്കർ എ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകൾ ഇപ്പോൾ സജീവമല്ലെന്നാണ് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായി ഈ സംഘടനകളെ പാകിസ്ഥാൻ നിരോധിച്ചിരിക്കുകയാണ്. ലഷ്കർ തലവൻ ജയിലിലാണ്. ലഷ്കർ തലവൻ മസൂദ് അസർ പാകിസ്ഥാനിലില്ല. ഇതാണ് വർഷങ്ങളായി പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നിലപാട്. എന്നാൽ ഈ രണ്ട് കൊടും ഭീകരരും പാകിസ്ഥാനിൽ സ്വൈരവിഹാരം നടത്തുന്നവരാണ്. പാക് ചാര സംഘടനയായ ISI ഇപ്പോഴും ഇവർക്ക് പിന്തുണ നൽകുന്നുമുണ്ട്. എന്നാൽ ഈ ഭീകര സംഘടനകൾ സജീവമാണെന്നും ഇന്ത്യക്കെതിരെ അവർ ഇപ്പോഴും ഭീകരാക്രമണങ്ങൾ പദ്ധതിയിടുകയാണെന്നും ഇന്ത്യ UN-നെ അറിയിച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലും ദില്ലി സ്ഫോടനത്തിന് പിന്നിലും ഈ സംഘടനകളാണെന്നതിൻ്റെ തെളിവുകളും ഇന്ത്യ UN-നെ അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ UN റിപ്പോർട്ട് പുറത്തു വന്നത്. ജെയ്ഷെ മുഹമ്മദ് 2024 ഒക്ടോബറിൽ ആരംഭിച്ച വനിതാ ഭീകര സംഘടനയായ ജമാഅത്ത് ഉൽ മോമിനത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ദില്ലി സ്ഫോടനത്തിൻ്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളായ വനിതാ ഡോക്ടർ ഈ വനിതാ സംഘടനയുടെ പ്രവർത്തകയാണെന്നാണ് പിന്നീട് കണ്ടെത്തിയിരുന്നത്. അന്താരാഷ്ട്ര ഉപരോധം മറികടക്കാനാണ് ജെയ്ഷ് വനിതാ സംഘടന രൂപീകരിച്ചത് എന്നാണ് വിലയിരുത്തൽ. ഈ സംഘടനയുടെയും ഭീകര സംഘടനയുടെയും പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. സാമ്പത്തികമായി തകർന്ന പാകിസ്ഥാന് IMF അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ സഹായം നൽകുന്നത് ഭീകരരെ പിന്തുണയ്ക്കില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അതീവ രഹസ്യമായാണ് പാകിസ്ഥാൻ ഏജൻസികൾ ഇപ്പോൾ ഭീകരരുമായി ബന്ധപ്പെടുന്നത്. ലഷ്കറും ജെയ്ഷും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഈ അടുത്ത കാലത്ത് തീരുമാനിച്ചിരുന്നു. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ രഹസ്യമായി നൽകിയത് പാക് ചാര സംഘടനയായ ISI ആണ്. ഇത്തരം വിവരങ്ങൾ ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസികൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. അതിനിടയിലാണ് പാകിസ്ഥാന്റെ ഭീകരബന്ധം വ്യക്തമാക്കിക്കൊണ്ട് UN റിപ്പോർട്ട് പുറത്തു വന്നത്. ഇത് പാകിസ്ഥാന് തുടർന്ന് ലഭിക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര സഹായത്തെ ബാധിച്ചേക്കാം. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെക്കുമ്പോൾ ഇന്ത്യ അറിയിച്ചത് പാകിസ്ഥാൻ പിന്തുണയോടെ മറ്റൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ഇന്ത്യ സൈനിക നടപടി പുനരാരംഭിക്കണമെന്നാണ്. രാജ്യത്തെ നടുക്കിയ സ്ഫോടനമാണ് നവംബർ 10-ന് ദില്ലിയിൽ നടന്നത്. രാജ്യത്താകമാനം വൻ സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു ജെയ്ഷെ മുഹമ്മദ് പദ്ധതിയിട്ടിരുന്നത്. അതിനായി അവർ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു. പദ്ധതി മണത്തറിഞ്ഞ ഇന്ത്യൻ ഏജൻസികൾ ഭീകരരെ വലയിലാക്കുകയും സ്ഫോടന വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. സംഘത്തിൽ പിടിയിലാകാത്ത ഭീകരനാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി വന്ന് ദില്ലിയിൽ ചാവേർ ആക്രമണം നടത്തിയത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.